ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്ന് 300 സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് രാവിലെ പറഞ്ഞു. സാർ, ഞാൻ ആ 300 സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ വായിച്ചു നോക്കി. കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾക്ക്, ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക്, ഞങ്ങൾ നിങ്ങളെ വിമർശിച്ച കാര്യങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ ഈ 300 സ്റ്റേറ്റ്മെൻറ്റിനെ കാണുന്നത്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് അടിവരയിടുകയാണ് മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെൻറ്റിലൂടെ. സാർ, 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, 45 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ, ഖാദി ഇൻകം സപ്പോർട്ട് സ്കീം, ആരോഗ്യ മേഖലയിലുള്ള വലിയ കുടിശ്ശിക, സപ്ലൈകോ തകരാറിലായത്, കരാറുകാർക്കുള്ള കുടിശ്ശിക, പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് ഗ്രാൻസ് കൊടുക്കാത്തത്, മറ്റ് ധനസഹായങ്ങൾ കൊടുക്കാത്തത്, ലൈഫ് മിഷൻ നേരിടുന്ന പ്രതിസന്ധി, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക, DA കുടിശ്ശിക, DR കുടിശ്ശിക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക തുടങ്ങിയുള്ള നിരവധി കാര്യങ്ങൾ, വയനാട്, ഇടുക്കി, കാസർഗോഡ്, കുട്ടനാട് പാക്കേജ്, ആ തീരദേശ പാക്കേജ് കൂടി അതിൻ്റെ അകത്ത് പറയണമായിരുന്നു, ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണം, ജലജീവൻ മിഷൻ. സാർ, ഇതെല്ലാം ഞങ്ങൾ കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ ധനപ്രതിസന്ധി 5 പൈസ കൊടുക്കാതെ ഓരോ വകുപ്പ് മന്ത്രിമാർക്കും ഞങ്ങൾ അവരുടെ വകുപ്പിലെ വിഷയം പറയുമ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷമായിരുന്നു. സാർ, അവരുടെ ഉള്ളിൽ ലോക്കൽ ബോഡി ഞങ്ങളത് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷമാണ്. കാരണം എന്താ, പ്രതിപക്ഷം പറഞ്ഞിട്ടെങ്കിലും ഞങ്ങൾക്ക് 5 പൈസ കിട്ടട്ടെ എന്നുള്ള ധാരണയിലായിരുന്നു മന്ത്രിമാരെല്ലാം. അപ്പം ഇതെല്ലാം നിങ്ങളുടെ ബാധ്യതകളാണ്, നിങ്ങളുടെ ഒബ്ലിഗേഷൻസാണ്. നിങ്ങൾ ഈ 2-3 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള 10,000 കോടി രൂപയാണ്. പിന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവ് ഉയർത്തിയ ചോദ്യം, എവിടെ നിന്നാണ് സോഴ്സ്, ഏതാണ് നിങ്ങളുടെ റിസോഴ്സ്? ഈ 10,000 കോടി രൂപ നിങ്ങൾ നൽകുമെന്നുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയത് നിങ്ങളുടെ കയ്യിൽ നേരത്തെ പറഞ്ഞതുപോലെ മോശയുടെ വടിയോ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊന്നും ഇല്ലല്ലോ, പണം വേണ്ടേ? നിങ്ങളുടെ സോഴ്സ് ഏതാണ്? മിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ, യു ഡോണ്ട് ഈവൻ ഹാവ് എ റവന്യൂ എസ്റ്റിമേറ്റ്. നിങ്ങളുടെ റവന്യൂ എസ്റ്റിമേറ്റ് ഇല്ല. നിങ്ങൾക്ക് ഇത്രയും പണം കൊടുക്കണമെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായ എക്സ്പെൻഡിച്ചറും അടുത്ത വർഷത്തേക്കുള്ള നിങ്ങളുടെ റവന്യൂ വരുമാനവും നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ പോലും നിങ്ങൾക്ക് ഈ 10,000 കോടി രൂപ കൊടുക്കാൻ പറ്റുന്നതില്ല. എസ്റ്റിമേറ്റ് പോലും ഇല്ല. എസ്റ്റിമേറ്റിന്റെ അത്രയും വരില്ല പിരിച്ചാൽ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആരെയാണ് കബളിപ്പിക്കുന്നത്? ഇത് ഒരു വർഷം കഴിയുമ്പോൾ ഈ 300 സ്റ്റേറ്റ്മെന്റ് വെച്ച് ഈ സർക്കാരിനെ കേരളത്തിലെ പൊതുസമൂഹം വിചാരണ ചെയ്യും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകിയാണ്. സാർ, എന്താ സ്ഥിതി? ഇന്നലത്തെ ധനകാര്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കണക്ക് കിഴിച്ചും കൂട്ടിയും നോക്കി. കാരണം ധനകാര്യമന്ത്രി പറയാണ് കേരളത്തിന്റെ നികുതി വരുമാനം അങ്ങോട്ട് വർദ്ധിക്കുകയാണ്. 65% നികുതി വരുമാനം വർദ്ധിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ നമ്പർ 1 സ്റ്റേറ്റ് ആണ് കേരളം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെല്ലാം തെറ്റായിട്ടാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? നോക്കിയപ്പോൾ എന്താണെന്നറിയോ സാർ, എന്ന് മുതലാണ് കമ്പയർ ചെയ്തേക്കണമെന്നറിയോ? എഴുതി തന്ന ഉദ്യോഗസ്ഥന്മാരെ ഞാൻ സമ്മതിച്ചു. 2020-21 കോവിഡ് കാലത്തെ തനത് വരുമാനം 36,362 കോടിയാണ്. അതിൽ നിന്നാണ് അന്ന് എല്ലാ സംസ്ഥാനങ്ങളുടെയും താഴോട്ട് പോയി. അത് 21-22 ആയപ്പോൾ 53,000 കോടിയായി. സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ്. 22-23 ആയപ്പോൾ കൂടിയത് എത്രയാ? 6,000 കോടി. ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, സുമേഷ് പറഞ്ഞപ്പോൾ സുമേഷ് തെറ്റായിട്ടാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത്. 23-24 വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ എത്രയാണ് സാർ നികുതി വ്യത്യാസം? 0.02% ആണ് നികുതി വരുമാനത്തിന്റെ വർധനവ്. തനത് നികുതി വരുമാനത്തിന്റെ വർധനവ് നിങ്ങൾ അറിയണം, നിങ്ങളെല്ലാവരും അറിയണം. 59,106 കോടി തനത് വരുമാനം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷമായപ്പോൾ 59,278 കോടി. 172 കോടി രൂപയുടെ വർധനവാണ് തനത് വരുമാനത്തിലുണ്ടായിരിക്കുന്നത്. ശരി, എന്താണ് സാർ ഇത്? എന്താണ് നാച്ചുറൽ ഗ്രോത്ത് ഉണ്ടാകണം 15% മീതെ. കേരളം പ്രതീക്ഷിച്ചത് 20% എല്ലാ വർഷവുമുള്ള നാച്ചുറൽ ടാക്സ് ഗ്രോത്ത്. ഇത് 0.02% ഗ്രോത്ത് ഉണ്ടായിട്ട് ഈ ധനകാര്യമന്ത്രിക്കല്ലാതെ ആർക്കാണ് ഈ സഭയിൽ വന്നിട്ട് 65% വർധനമുണ്ടാക്കിയ സർക്കാരാണ് എന്ന് പറയാൻ പറ്റുന്നത്? സർ, ഇവിടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 13%
SGSTയുടെ വളർച്ച, അതായത് റവന്യൂ ന്യൂട്രൽ റേറ്റായി കണക്കാക്കിയിരിക്കുന്ന 40%-ന്റെയും താഴെ. സാർ, SGSTയുടെ 1.5 ഇരട്ടിയാണ് IGST കിട്ടേണ്ടത്. 7% മാത്രമേ ഉള്ളൂ. സാർ, ഒരുപാട് കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട്. തമിഴ്നാട് ഒരു ടാക്സ് റിസർച്ച് യൂണിറ്റ് ഉണ്ടാക്കി. അവർ IIT ഹൈദരാബാദുമായി ചേർന്ന്, ഞങ്ങളല്ലേ ഇവിടെ പറഞ്ഞത് നിയമസഭയിൽ ആദ്യമായി, നിങ്ങൾ 25,000 കോടി രൂപ IGSTയിൽ നഷ്ടപ്പെടുത്തി. ഇപ്പം അത് 30,000-ഓ 35,000 കോടി രൂപയായി. നിങ്ങൾ പ്രോപ്പറായിട്ട് അവര് IIT ഹൈദരാബാദുമായി ചേർന്ന് ബിഗ് ഡാറ്റ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ടാക്സ് റിസർച്ച് യൂണിറ്റ് ആരംഭിച്ച് അവരുടെ IGST വിഹിതം കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചെടുക്കാനുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ. ഞങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളോട് കെഞ്ചി പറഞ്ഞു, സംസ്ഥാനത്തിന്റെ താല്പര്യമല്ലേ ഞങ്ങൾ പറഞ്ഞത്, വാങ്ങിക്കണ്ടേ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടോ? നിങ്ങൾക്ക് 1.5 കൊല്ലം മുമ്പ് ഞങ്ങൾ ഉന്നയിച്ച ഒരു ആക്ഷേപമല്ലേ, നിങ്ങളത് ശരിയാക്കിയോ? 1.5 കൊല്ലം കൊണ്ട് എന്ത് വളർച്ചയാണ് നിങ്ങൾ IGSTയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? സ്വർണത്തിന്റെ നികുതിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ ഒരു ഉത്തരം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയോ? കേരളത്തിൽ എത്ര ടൺ സ്വർണം പ്രതിവർഷം വിൽക്കുന്നുണ്ട് എന്ന കണക്ക് പോലും സർക്കാരിന്റെ കയ്യിലില്ല. ഏറ്റവും വലിയ നികുതി സോഴ്സാണ്, അവിടെയാണ് ഏറ്റവും വലിയ വെട്ടിപ്പ് നടക്കുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ വെട്ടിപ്പ് നടക്കാണ് സ്വർണത്തിൽ. എത്ര ടൺ സ്വർണം വിൽക്കുന്നുണ്ട് എന്നറിയാൻ പാടില്ലാത്ത GST ആണെങ്കിൽ എന്തിനാ സാർ ഇങ്ങനെ ഒരു GST വകുപ്പ്? സാർ, ഇവിടെ എന്തെങ്കിലും ഒരു കോർഡിനേഷൻ ഉണ്ടോ? പെൻഷൻ ഫണ്ടിന്റെ 7.75% പലിശയാ KFCയിൽ. ഇപ്പൊ KFC കൂട്ടി 9%. സർക്കാരിന്റെ സ്ഥാപനം തന്നെ പലിശ കൂട്ടുക. സാർ, നിങ്ങൾ എന്തിനാ ആർഭാടം എന്ന് ചോദിച്ചു. അങ്ങ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. കിഫ്ബി കേരളീയത്തിന് 15 കോടി രൂപയുടെ ധനാനുമതി കൊടുത്തു. 2-3 കോടി രൂപ വേറെ കാര്യത്തിന് ചെലവാക്കി. 5.5 കോടി രൂപ മീഡിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കി. കിഫ്ബിയുടെ ജോലി എന്താണ് സാർ? മീഡിയ കാര്യത്തിന് ചെലവാക്കി. കിഫ്ബിയാണോ കേരളീയം നടത്തുന്നത്? കിഫ്ബിയാണോ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നത്? എവിടെ നിന്നാണ് സാർ ഈ പൈസ? കടം മേടിച്ച പൈസയല്ലേ? എന്നിട്ട് 2,150 കോടി 9.72% മസാല ബോണ്ട് മേടിച്ചിട്ട് 2-3 കൊല്ലം കഴിഞ്ഞപ്പോ 3,100 കോടി കൊടുത്തു. 1000 കോടി രൂപ പലിശയായി കൊടുത്തു. ആ പലിശയ്ക്ക് മേടിച്ച പൈസക്കിൽ നിന്നാണ് കേരളീയത്തിന് ദൂർത്ത്. നിങ്ങൾക്കല്ലാതെ ഇതാർക്ക് കഴിയും സാർ? സാർ, ഇത് നമ്മൾ മനസ്സിലാക്കണം സാർ. അത്രമാത്രം പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് 12,000 ചില്ലാൻ കോടി രൂപ, 12,000 അത് ഏകദേശം 13,000 കോടി രൂപ പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വാറ്റിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുണ്ട്. നിങ്ങൾ 6 ആംനസ്റ്റി സ്കീം കൊണ്ടുവന്നു. എല്ലാ സ്കീമും കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഈ നിയമസഭയിൽ പറഞ്ഞു, ഞങ്ങളെ പരിഹസിക്കുകയല്ലേ, ആംനസ്റ്റി പൊളിയുന്നു. ആംനസ്റ്റി സ്കീം യഥാർത്ഥത്തിലല്ല, വേണ്ട രീതിയിലുള്ള തയ്യാറെടുപ്പില്ല. എല്ലാ പ്രാവശ്യവും സംസാരിച്ച ആളാണ് ഞാൻ. നിങ്ങൾ എല്ലാ ആംനസ്റ്റി സ്കീം കൊണ്ടുവന്നപ്പോൾ ഈ ആംനസ്റ്റി സ്കീം ഫിറ്റല്ല, ഇത് പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. 6 പ്രാവശ്യം ആംനസ്റ്റി സ്കീം കൊണ്ടുവന്ന് 13,000 കോടി പിരിക്കേണ്ട സ്ഥലത്ത് ഇതുവരെ പിരിച്ചത് 744 കോടി രൂപ ഇതുവരെ പിരിച്ചത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് വലിയ പ്രയാസവും ഞങ്ങളെയുള്ള പരിഹാസവും ഒക്കെയായി മാറി എന്നുള്ള കാര്യം മറക്കണ്ട സാർ. സാർ, അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സാർ, ഞങ്ങളിവിടെ ബാർ കോഴയെക്കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചു. സാർ, UDF സർക്കാരിന്റെ കാലത്ത് പണം നൽകി എന്നൊരു ബാർ ഉടമ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. സാർ, ഇപ്പോഴും ഒരു ബാർ ഉടമ തന്നെയാണ് സർക്കാരിന് പണം നൽകണം എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാനും ഒരു പരാതി നൽകിയിരുന്നു. സാർ, എന്ത് നടപടിയാണ് സാർ ആ പരാതിയിൽ സ്വീകരിച്ചത്? നിങ്ങളത് മാറ്റിവെച്ചു. കാരണം നിങ്ങളത് അന്വേഷിച്ചാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ അകത്ത് പ്രതികളായി വരും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇന്നലെ ഞങ്ങൾ പറഞ്ഞു PSC അംഗത്വം. സാർ, പബ്ലിക് സർവീസ് കമ്മീഷന്റെ ക്രെഡിബിലിറ്റി നിങ്ങൾ കളഞ്ഞില്ലേ? നിങ്ങൾ എല്ലാ കക്ഷികളും കൂടി PSC അംഗത്തിനെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയല്ലേ സാർ? +1 അഡ്മിഷൻ ഇപ്പോഴും നിങ്ങളൊരു തീരുമാനം എടുത്തോ സാർ? ഇപ്പോഴും അത് വലിച്ചു കൊണ്ടുപോവല്ലേ? നിങ്ങൾ പറഞ്ഞു 10,000 സീറ്റുകൾ ബാക്കി വരും എന്നീ സഭയിൽ പറഞ്ഞു. പിന്നെ എന്തിനാണ് സാർ നിങ്ങൾ 30% മാർജിനൽ ഇൻക്രീസ് കൊടുത്തത്? ഇപ്പോഴും അതിൻ്റെ അകത്തൊരു നിങ്ങളെന്താ തീരുമാനം എടുക്കാത്ത ഗവൺമെന്റ് ആണത്? കുട്ടികൾ +2 കയറിയിട്ടാണ് ഇനി +1 അഡ്മിഷൻ നിങ്ങൾ കൊടുക്കുന്നത്. എത്ര ദിവസമായി ഈ സഭ തുടങ്ങിയ അന്ന് തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന വിഷയമല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കൂടിയാലോചനകൾ നടത്തുന്നില്ല? നിങ്ങൾ കുട്ടികളെ ബാധിക്കുന്ന, രക്ഷകർത്താക്കളെ ബാധിക്കുന്ന ഗൗരവമായ വിഷയങ്ങൾക്ക്
എന്തുകൊണ്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നില്ല? സാർ, ഇവിടെ നിങ്ങൾ പെൻഷൻ 2500 രൂപ ആക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളാണ്. നിങ്ങളല്ലേ 10,000 കോടി രൂപയുടെ ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയിരിക്കുന്നത്. ലോക്കൽ ബോഡിയിലെ കാര്യം ഞങ്ങൾ പറഞ്ഞില്ലേ, ലോക്കൽ ബോഡിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അതിനെ കഴുത്ത് ഞെരിച്ചിട്ടിരിക്കുകയാണ്. ഒരു ലോക്കൽ നിങ്ങൾ ഈ ക്യാരി ഓവറിന്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുത്തു. എന്താണ് ഈ വർഷത്തെ ഫണ്ട് നിങ്ങൾ കൊടുക്കുമോ? കഴിഞ്ഞ വർഷം ചെലവാക്കാതിരുന്ന പൈസ അല്ല ഈ വർഷത്തെ പ്ലാനിൽ നിന്നാണോ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നില്ല. നിങ്ങൾ ഇനഫിഷ്യൻസിയാണ് നിങ്ങളുടെ മുഖമുദ്ര എന്ന കാര്യത്തിൽ നിങ്ങൾ മറക്കണ്ട. കാർഷിക മേഖല നേരിടുന്ന വിഷയങ്ങൾ ഞങ്ങളുടെ ഗൗരവത്തോടു കൂടി ഞങ്ങളിവിടെ പറഞ്ഞു. ശ്രീ മോഹൻ സി ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 300 സ്റ്റേറ്റ്മെന്റിലും കാർഷിക മേഖലയെക്കുറിച്ച് ഒന്നുമില്ല, ഒരു കാര്യമില്ല. മഴക്കാല പൂർവ്വ ശുചീകരണം നിങ്ങൾ ഫെയിൽ ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയ മാറ്റങ്ങളെ അഡ്രസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു. സാർ, ഇപ്പോ ഈ കണ്ണൂരിൽ നിന്നും കോഴിക്കോടിൽ നിന്നും വരുന്ന വാർത്ത, കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ എക്സൈസ് മന്ത്രി ഭയങ്കരമായിട്ട് ചൂടായിട്ട് പറഞ്ഞു, നിങ്ങളുടെ സർക്കാർ ധാർഷ്ട്യമാണ്, അഹങ്കാരമാണെന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾ ധാർഷ്ട്യമാണ്, അങ്ങ് കുറേ കളിയാക്കി ഞങ്ങളെ പരിഹസിച്ചു. നിങ്ങൾക്ക് വിനയമാണോ ഉള്ളത്? ഞങ്ങൾക്ക് ധാർഷ്ട്യമല്ലേ എന്ന് പറഞ്ഞു. സാർ, നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹം 10 കൊല്ലം ഇവിടെ ധനകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടോ? അങ്ങയുടെ മറുപടിക്ക് ശേഷമാണ് അഹങ്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയുമുള്ള പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു. ഇത് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും കാണാം. ജനങ്ങളോട് എപ്പോഴും വിനയത്തോടു കൂടി വേണം പെരുമാറാൻ. സാർ, ഞങ്ങൾ ഈ നിയമസഭയ്ക്കും പുറത്തും പറഞ്ഞ വാചകങ്ങൾക്ക് അടിവരയിട്ട് എന്നതാരാ? നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം. വേറൊരു പോളിറ്റ് ബ്യൂറോ അംഗം എന്താ പറഞ്ഞത്? നിങ്ങളുടെ പാർട്ടി പൂതലിച്ചു പോയെന്ന്. സാർ, എന്തൊരു മനോഹരമായ പ്രയോഗമാണ്. നിങ്ങൾ പറയണം CA വിജയരാഘവന് ഒരു സെല്യൂട്ട് കൊടുത്തെന്ന് പറഞ്ഞറിയണം. കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. പൂതലിച്ചു പോയി സാർ നിങ്ങളുടെ പാർട്ടി. സാർ, എനിക്ക് 2-3 മിനിറ്റ് കൂടി. സാർ, അതുപോലെ നിങ്ങൾ കണ്ണൂർ സാർ ഇവിടെ വന്ന കാര്യങ്ങൾ കൂടി കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അതല്ല ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ. കണ്ണൂരിലെ പുറത്തു വന്ന കാര്യങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളാണോ? നിങ്ങളുടെ പാർട്ടിയിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്, മറ്റേ സ്വർണം പൊട്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ, കോഴിക്കോട് നടക്കുന്ന കാര്യങ്ങൾ, PSC അംഗത്തിന് വേണ്ടി പണം പിരിക്കുന്നു. ഇന്നിപ്പോ സ്റ്റീൽ കോംപ്ലക്സ് ഗൗരവതരമായ ഒരു ആരോപണം. അതൊക്കെ നിങ്ങളുടെ കോഴിക്കോടത്തെ കോക്കസ് ആണോ? നിങ്ങളുടെ പാർട്ടിയാണോ? നിങ്ങളുടെ പാർട്ടി വളരെ അപകടകരമായ രീതിയിലേക്ക് പോവുകയാണ്. താഴെ ഇരിക്കെ, ഞാൻ അങ്ങേക്ക് വഴങ്ങുന്നില്ല. ഇരിക്കെ സാർ. ഇതുപോലെ എന്തെല്ലാം വിഷയങ്ങളാണ് സാർ ഇവിടെ ഉള്ളത്. ഞങ്ങൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതായത് സാർ, ഒരു 12 ക്രിമിനൽ കേസിൽ പ്രതി ഒരാൾ, കാപ്പ കേസിൽ പ്രതി. സാർ, അയാളെ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന മന്ത്രി മാലയിട്ട് സ്വീകരിക്കുകയാണ് പാർട്ടിയിലേക്ക്. എന്ത് മെസ്സേജാണ് സാർ കൊടുക്കുന്നത്? എന്നെ വിശ്വനാഥ് എന്നെ ഒരു ട്രോള് കാണിച്ചു തന്നു. എന്താണെന്നറിയോ? ഒരു ഡുണ്ടുമോൻ പോവാണ്. എവിടെ പോവാ മോനെ എന്ന് ചോദിച്ചു. അവർ കപ്പടിച്ചവർക്ക് സ്വീകരണം കൊടുക്കാൻ പോവാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡുണ്ടുമോൻ വിഷമിച്ചു വന്നപ്പോൾ ചോദിച്ചു, എന്തു പറ്റി മോനെ? അത് കപ്പടിച്ചവർക്കായിരുന്നില്ല സ്വീകരണം, കാപ്പ അടിച്ചവർക്കായിരുന്നു സ്വീകരണം. സാർ, ഞാൻ വെറുതെ പറയല്ല. നിങ്ങളന്ന് ആ കാപ്പ കേസിൽ പ്രതി ഡൽഹിയിൽ എങ്ങനെയാണെന്നറിയോ? അഴിമതിക്കാരനാണെങ്കിൽ BJP ചേർന്നാൽ അഴിമതി ഇല്ലാതാവും. കേരളത്തിൽ എങ്ങനെയാണെന്നറിയോ? ക്രിമിനൽ ആണെങ്കിൽ നിങ്ങളുടെ പാർട്ടി ചേർന്നാൽ പിന്നെ ക്രിമിനൽ അല്ലാതായി മാറും. സാർ, ഒരു കാര്യം അങ്ങയുടെ കൂടി ശ്രദ്ധപ്പെടുത്തുക. ഈ മന്ത്രി മാലയിട്ട് സ്വീകരിച്ച ആ കാപ്പ കേസിലെ പ്രതിയോടൊപ്പം 62 പേര് CPM ചേർന്നിരുന്നു. ആ 62 പേരിൽ ഒരാളെ ഇന്ന് ഉച്ചയ്ക്ക് മയിലാടുംപാറ സ്വദേശിയെ കഞ്ചാവ് ആയിട്ട് പിടിച്ചു എക്സൈസ്. ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി മാലയിട്ട് സ്വീകരിച്ച 62 പേരിൽ ഒരാൾ കഞ്ചാവ് കേസിൽ പ്രതിയാ. സാർ, അവര് ക്രിമിനൽസ് ആണ്. നിലപാട് മന്ത്രിയുടെ അവസാനിപ്പിക്കുക. മന്ത്രിയുടെ നിലപാടാണ്. ഒരു മാലയിട്ട് സ്വീകരിച്ച കഞ്ചാവ് കേസിൽ പ്രതി ഈ മന്ത്രി മാലയിട്ട് സ്വീകരിച്ച ആൾക്കൂട്ടത്തിൽ വന്ന ആളുകൾ. സാർ, അതുകൊണ്ട് ആണ് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങളെക്കാളും പെട്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി. സാർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാർ, ഈ ഗവൺമെന്റിന് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ല. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഒരു ഫിസ്ക്കൽ മാനേജ്മെന്റ് ഇല്ല. നിങ്ങൾക്ക് ടാക്സ് പിരിക്കാൻ പറ്റുന്നില്ല.
നിങ്ങൾക്ക് ആ ടാക്സ് കളക്ഷൻ നടത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഫിനാൻഷ്യൽ സ്ക്രൂട്ടിനി ഒരു പ്രോജക്റ്റിലും ഇല്ല, ഒരു കോർഡിനേഷൻ നിങ്ങൾക്ക് വിവിധ വകുപ്പുകൾ തമ്മിലില്ല, ഒരു ഏകോപനവും ഇല്ല. എല്ലാം ഓരോരുത്തരുടെ വിധിക്ക്, പാവങ്ങളുടെ വിധിക്ക് വിട്ടുകൊണ്ടുള്ള ഒരു ഭരണമാണ് സർ. അതുകൊണ്ട് ഈ സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ഉപധന അഭ്യർത്ഥനകളെയും അധിക ധനാഭ്യർത്ഥനകൾ ഞാൻ ശക്തിയായി എതിർക്കുന്നു.